ॐ शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायुः त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ यश्चन्दसामृषभो विश्वरूपः छन्दोभ्योऽद्यमदात् सम्बभूव समेन्द्रो मेधया आस्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मणः कोशोऽसि मेधया विहितः श्रुतं मे गोपाय आवहन्ति विधन्वाना कुर्वाणा चीरमात्मनः वासागुंसि मम गावश्च अन्नपाने च सर्वदा ततो मे श्रियमावह लोमशां पशुभिः सह स्वाहा आमायन्तु ब्रह्मचारिणः स्वाहा विमायन्तु ब्रह्मचारिणः स्वाहा प्रमायन्तु ब्रह्मचारिणः स्वाहा दमायन्तु ब्रह्मचारिणः स्वाहा शमायन्तु ब्रह्मचारिणः स्वाहा यशोजने सानि स्वाहा श्रेयान्वस्य सोसानि स्वाहा द्वाभगप्रविशानि स्वाहा समाभगप्रविश स्वाहा तस्मिन् सहस्रशाखे निबगाहुन्दै मृजे स्वाहा यथा बप्रवदायन्ति यथा मासा अहर्जरम् एवं मां ब्रह्मचारिणः दादरायन्तु सर्वतः स्वाहा प्रतिवेशोऽसि प्रमापाहि प्रमाबध्यस्वाम् ॐ शान्ति शान्ति शान्तिः ॐ वृक्षस्य रेरिव कीर्तिपृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजनीव सुमुदमस्मि द्रविणगं सवर्चसं सुमेधामुदोक्षितः इति त्रिशङ्कोर्वेदानुवचनम् ॐ शान्ति शान्ति शान्तिः ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ओमाप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदं माहं ब्रह्म निराकुर्यात् मा ब्रह्म निराकरोत् अनिराकरणमस्तु निराकरणं मे अस्तु तदात्मनि निदधेय उपनिषत्सु धर्मास्ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः ॐ वाक् मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठिता आविराविर्मयेदि वेदस्य माणिस्तः श्रुतं मे मा प्रहासीरनेनाधीतेन होरात्रान् सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु मामवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ भद्रं नो
ഓം ഭദ്രം കർണേഭിः ശൃണുയാമദ്ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈः സുഷ്ടുവാഗുംസസ്തനുഭിः വ്യശേമ ദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദദാതു ഓം ശാന്തി 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 ഓം യോ ബ്രഹ്മാണം വിദദാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ ഓം ശാന്തി 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 ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗദ്ധോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്പ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ കഴിഞ്ഞ ദിവസം യോവായേതദക്ഷരം ഗാർഗി അവിദിത്വാ അസ്മിൻ ലോകേ ജുഹോതി യജതേ തപസ്തപ്യതേ ബഹൂനി വർഷ സഹസ്രാണി അന്തവദേവാസ്യ തദ്ഭവതി. യോവാ ഏതദക്ഷരം ഗാർഗ്യ അവിദിത്വാ അസ്മാൻ ലോകാത് പ്രൈതി സകൃപണോ അഥയ ഏതദക്ഷരം വിദിത്വാ അസ്മാൻ ലോകാത് പ്രൈതി സ ബ്രാഹ്മണ. അപ്പോൾ ഇത്രകാലം ഇവിടെ കർമ്മികളായിട്ട് കിടന്ന് സത്കർമ്മങ്ങളൊക്കെ ചെയ്താലും അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കും, മരണത്തോടു കൂടി അവസാനിക്കും. അപ്പോൾ അവന് വീണ്ടും ലോകങ്ങളെ പ്രാപിക്കേണ്ടി വരും. ആ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അവൻ്റെ കർമ്മങ്ങൾക്കെല്ലാം അന്ത്യമുള്ളതാണ്. കാരണം പൈസ കൊടുക്കുമ്പോൾ നമ്മൾ സാധനം കിട്ടും. എത്ര പൈസ കൊടുക്കുന്നോ അതിനുള്ള സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ തീരുമ്പോൾ എന്ത് പറ്റും? സാധനം വാങ്ങിക്കുന്നത് നിൽക്കും. അപ്പം അതുപോലെയാണ് കർമ്മവും കർമ്മഫലവും. അപ്പം എത്ര കർമ്മം ചെയ്യുന്നു അതിൻ്റെ ക്ലിപ്ത ഫലങ്ങളെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ജ്ഞാനം ഉണ്ടായാൽ അങ്ങനെയല്ല. ജ്ഞാനത്തിൻ്റെ ഫലം വേറൊന്നാണ്. യോവാ ഏതദക്ഷരം ഹേ ഗാർഗി അവിദിത്വാ അവിജ്ഞായ അസ്മിൻ ലോകേ ജുഹോതി യജതേ തപസ്തപ്യതേ യദ്യപി ബഹൂനി വർഷസഹസ്രാണി അന്തവദേവാസ്യ തത്ഫലം ഭവതി. അപ്പോൾ ഈ യോവാ ഏതദക്ഷരം അവിദിത്വ, ഈ അക്ഷരത്തെ അറിയാതെ, ഈ ബ്രഹ്മസത്യത്തെ അറിയാതെ, ഈ ആത്മസത്യത്തെ അറിയാതെ നിങ്ങൾ എത്ര കാലം ഇവിടെ കിടന്ന് ജുഹോതി, ഓരോ ഹോമം യജ്ഞം യാഗം ഒക്കെ ചെയ്ത് വലിയ ഈശ്വരവിശ്വാസിയാണെന്നോ അല്ലെങ്കിൽ വലിയ യാഗിയാണെന്നോ യാജ്ഞികനാണെന്നോ ഒക്കെ പേരെടുത്താലും, അല്ലെങ്കിൽ ബഹു സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് വലിയ പേരെടുത്താലും നിങ്ങളുടെ തപസ്സൊക്കെ എന്ത് ചെയ്യും? അന്തവദേവാസ്യ തദ്ഫലം ഭവതി. ആ ഫലങ്ങൾക്കെല്ലാം അന്ത്യത്തോടു കൂടിയാണ്, ക്ലിപ്ത ഫലങ്ങളാണ്. അപ്പോൾ ഒരു കർമ്മത്തിന് ഇത്ര ഫലം. അപ്പോൾ അതുപോലെ നിങ്ങൾ കർമ്മം ചെയ്ത് ഈ ദിവസക്കൂലി പോലെയാണ്. ദിവസക്കൂലിക്കാർക്ക് എങ്ങനെയാണ്? ഒരു ദിവസം ജോലി ചെയ്യുക, അന്ന് ഫലം കിട്ടും. പിറ്റേ ദിവസം പോയില്ലെങ്കിൽ എന്ത് പറ്റും? പൈസ ഇല്ല. അപ്പൊ കൂലിപ്പണിക്കാരുടെ പ്രത്യേകത അതാണ്. അപ്പൊ അവർക്ക് എന്ന് വരെ ആരോഗ്യമുണ്ടോ അന്ന് വരെ ജോലി ചെയ്യാം.
ഏത് ദിവസം ജോലി ചെയ്യുന്നില്ലയോ അന്ന് ശമ്പളമില്ല. അപ്പൊ അതുപോലെയാണ് ഈ കർമ്മികളുടെ എല്ലാം അവസ്ഥ. അവരുടെ എല്ലാം തദ്ഫലം അന്തവതേ, അന്ത്യത്തോടു കൂടിയതാണ്. തത് ഫലോപഭോഗയന്തേ ക്ഷിയന്ത ഏവാസ്യ കർമാണി. ഫലഭോഗം അനുഭവിച്ചു കഴിയുമ്പോൾ എത്ര വലിയവനായാലും ആ ഫലങ്ങളെല്ലാം ക്ഷയിക്കും. ഏത് സ്വർഗത്തിൽ പോയാലും അവിടെയെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഫലഭോഗം, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം വെള്ളം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു അത്രയും സ്പീഡിൽ എന്ത് ചെയ്യും, ഈ വാട്ടർ വർക്സിന്റെ മീറ്റർ, അങ്ങനെ സ്പെഷ്യൽ മീറ്ററാണ് അവരിപ്പോൾ വെച്ചിരിക്കുന്നത്. പഴയ മീറ്ററൊക്കെ മാറ്റി പുതിയ മീറ്ററാണ്. നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് സ്പീഡിൽ കറങ്ങും. അപ്പോൾ എത്ര ഉപയോഗിക്കുന്നുവോ അത്രയ്ക്കും ബില്ല് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്രമാത്രം ഫലം നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും നിങ്ങളെ ഇങ്ങനെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം തീരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് എക്സ്പെൽഡ് ആവും. അപിച യദ്വിജ്ഞാനാത് കാർപ്പണ്യാത്യയ സംസാരവിച്ഛേദ യത് വിജ്ഞാനഭാവാസ് കർമ്മകൃത് കൃപണഃ കൃതഫലസ്യൈവോ ഉപഭോക്ത ജനനമരണ പ്രബന്ധാരൂഢ സംസരതി. അപ്പോ ഇതിനെ അറിയാതിരുന്നാൽ ഈ ആളിന്റെ അവസ്ഥ എന്താണ്? കൃപണനാണ്. കാരണം ഇത് അയാളൊരു പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത് പോലെ, അല്ലെങ്കിൽ യജ്ഞഫലം അനുഭവിച്ച് തീർത്ത് വെളിയിലാകുന്ന പോലെ ഉള്ള ഒരു കൃപണനാണ്. കടം വാങ്ങിച്ചവനെ കാണുമ്പോൾ കടം കൊടുത്തവരെന്ത് ചെയ്യും? ഇനി വാടാന്ന് പറയും. അപ്പൊ അതുപോലെ ഈ കടം കൊടുത്തവനെ, കടം വാങ്ങിച്ചവനെ കാണുമ്പോൾ ഈ കടം വാങ്ങിച്ച ആളിന് ഒരു എന്ത് ഫീലിംഗ് ഉണ്ടാവും? കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 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 കൃപണഭാവം, ഒരു ദാസ്യഭാവം ഉണ്ടാവും. അപ്പൊ അതുപോലെ ഈ ആത്മാവിനെ അറിയാതെ നടക്കുന്നവർക്കെല്ലാം ഉള്ള അവസ്ഥ അത് കൃപണാവസ്ഥയാണ്. അവര് ജനനമരണ പ്രബന്ധാരൂഢ സംസരതി. ജനനമരണ സംസാര ചക്രത്തിൽ എന്ത് ചെയ്യും? സംസരിച്ചുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് അതിൽ നിന്ന് മുക്തിയില്ല. അപ്പൊ അവരെത്ര വലിയവരെന്ന് ആൾക്കാർ പറഞ്ഞാലും എന്താണ്? ക്ഷിയതേ മ്രിയതേ ജായതേ എന്നുള്ള ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ അവസ്ഥ വളരെ വളരെ കർമ്മം ചെയ്യുന്ന ആൾക്കാർ വളരെ ഇത് ഇന്ന ഫലം കിട്ടും, ഇത് വലിയ ഇതാണ്, ഈ വേദങ്ങൾ ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കും. തദസ്ത്യക്ഷരം പ്രശാസിതർ തദേതദുച്യതേ യോ വാ ഏതദക്ഷരം ഗാർഗ്യ അവിദിത്വാ അസ്മാൻ ലോകാത് പ്രൈതി സകൃപണഃ പണക്രീതൈവ ദാസാദി അഥായ ഏതദക്ഷരം ഗാർഗ്യ വിദിത്വാ അസ്മാൻ ലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ. അപ്പൊ കൃപണന്മാരുടെ അവസ്ഥ എന്താണ്? നമ്മൾ പറഞ്ഞു, പണം കടം വാങ്ങിച്ച ദാസന്മാർക്ക് യജമാനന്മാരെ കാണുമ്പോൾ എന്താണ്? ഒരു ജാള്യത വരുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഈ സത്യം അറിയാതെ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. കാരണം അവർ ഇരുട്ടിലാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചമില്ല, ഈ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇരുട്ടിൽ തപ്പുന്ന ആൾക്കാരെ പോലെ കൃപണന്മാരാണ്. ഇനി അതാ ഏത് അക്ഷരം ഗാർഗ്യ വിദിത്വ, ആരാണോ ഇതിനെ അറിയുന്നത്, അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നത്, അവരെങ്ങനെയുള്ളവരായിത്തിരിക്കും? സ ബ്രാഹ്മണ, അവർ മാത്രമേ ബ്രാഹ്മണരാകുന്നുള്ളൂ. അവർ മാത്രമേ, ബ്രഹ്മത്തെ അറിയുന്നവർ മാത്രമേ ബ്രാഹ്മണരാകത്തുള്ളൂ. അല്ലാത്തവരൊക്കെ നാമമാത്ര ബ്രാഹ്മണന്മാരും കൃപണന്മാരും സത്യമറിയാത്തവരും അല്പബുദ്ധികളും അല്പഭാഗ്യവാന്മാരും ഒക്കെയാണ്. അപ്പൊ ഈ സത്യത്തെ അറിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാക്സിമം എഫർട്ട് എടുക്കണം. കാരണം എന്താണോ ശ്രേഷ്ഠമായത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അപ്പൊ ഏതാണോ നല്ലത് അതിനെ സ്വീകരിക്കണം. അഗ്നേർ ദഹനപ്രകാശവത്വ സ്വാഭാവികസ്യ പ്രശസ്ത്വം അചേതനസ്യൈവ ഇത്യേതാഹ. അപ്പോ ഈ ബ്രഹ്മത്തിന്റെ
ഈ അക്ഷരത്തിൻ്റെ പ്രശാസകത്വമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അഗ്നിക്ക് ചൂടുള്ളതുപോലെ, ചൂടും പ്രകാശവും ഉള്ളതുപോലെ ഈ അക്ഷരത്തിൻ്റെ പ്രശാസനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അപ്പം അതിന് ഈ അക്ഷരത്തിൽ നിന്ന് ഈ പ്രശാസനം, ഈ ലോകത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിനെ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് ആ പ്രശാസിതാവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആർക്കും അതിനെ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാൻ പറ്റില്ല. ഇപ്പം ഒരുപാട് യുദ്ധങ്ങളിവിടെ ഉണ്ടായില്ലേ? ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഓരോ ദേശത്തുമൊക്കെ ഓരോരോ രീതിയിലുള്ള ജനങ്ങളും ജനവിശ്വാസങ്ങളും ഒക്കെയാണ്. അത് മാറ്റിമറിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്നല്ലാതെ ഈ പ്രശാസിതാവിൻ്റെ ആ ശാസനത്തിന് കീഴിലുള്ള രീതിയിലുള്ള ഒരു നിയമനം അല്ലെങ്കിൽ ഒരു വാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാനായിട്ട് ആർക്കും സാധ്യമല്ല. തദ്വായേത് അക്ഷരം ഗാർഗ്യ അദൃഷ്ടം ദൃഷ്ട അശ്രുതം ശ്രോതം അമതം മന്ത്രം അവിജ്ഞാതം വിജ്ഞാതൃ നാന്യതോസ്തി ദൃഷ്ടൃ നാന്യതോസ്തി ശ്രോതൃ നാന്യതോസ്തി മമത നാന്യതോസ്തി വിജ്ഞാതേത് തസ്മിന്നു ഖല്ലു അക്ഷരേകാർഗ്യ ആകാശ ഓദശ്ച ക്രോധശ്ചേതി. പറയാണ്, അല്ലയോ ഗാർഗി, ഈ അക്ഷരം അദൃഷ്ടമാണ്. കാരണം എന്താണ്? ഈ അക്ഷരം ദൃഷ്ടാവാണ്. ഈ അക്ഷരം കാണുന്നവനാണ്. അക്ഷരമാണ് കാണുന്നത്. ബാക്കിയുള്ള വസ്തുക്കളെല്ലാം കാണപ്പെടുന്നതാണ്. നമ്മൾ ഈ ബാർബർ ഷോപ്പിലെ കണ്ണാടി പറയാറില്ലേ? ബാർബർ ഷോപ്പിലെ കണ്ണാടി, ഒരു കണ്ണാടി ഫ്രണ്ടിൽ കാണും, ഒരു കണ്ണാടി പുറകിലും കാണും. അപ്പോൾ ഫ്രണ്ടിലിരിക്കും, ബാക്കിലിരിക്കുന്ന കണ്ണാടി ഇരിക്കുന്ന ആൾ അതിനെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എപ്പോഴും നോക്കുന്നത് ആരാണ്? നമ്മൾ നോക്കുകയാണ്. നമ്മൾ നോക്കുന്നത് ഫ്രണ്ടിലോട്ട് നോക്കുന്നു. ആ കണ്ണാടിയിലെ പ്രതിബിംബം പുറകിലിരിക്കുന്ന കണ്ണാടിയിൽ ഇരുന്ന് നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആ കണ്ണാടിയിലിരിക്കുന്ന പ്രതിബിംബങ്ങൾക്കൊന്നും എന്തില്ല, നോക്കാനുള്ള കഴിവില്ല. നോക്കാനുള്ള കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ദൃഷ്ടാവിന്, അക്ഷരസ്വരൂപനായ ദൃഷ്ടാവിന് മാത്രമേ കാണുവാനും അറിയുവാനും കേൾക്കുവാനുമുള്ള കഴിവ് ഉള്ളൂ. ബാക്കി ജഡവസ്തുക്കൾക്കൊന്നും ആ കാണുവാനും കേൾക്കുവാനും അറിയുവാനും മന്ദാവാകുവാനുമുള്ള കഴിവൊന്നുമില്ല. അപ്പം അശ്രുതമാണ്, ശ്രോതാവാണ്. അപ്പം അത് അശ്രുതമാണ്. കാരണം എന്താണ്? അതാണ് കേൾക്കുന്നത്. കേൾക്കാനുള്ള കഴിവുള്ളത് ഈ അക്ഷരത്തിനാണ്. അമതമാണ്, മന്ദാവാണ്, അതാണ് ചിന്തിക്കുന്നത്. മറ്റ് സാധനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അവിജ്ഞാതമാണ്, വിജ്ഞാതാവാണ്. വിജ്ഞാതാവായിട്ട് ഈ ആത്മവസ്തു മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അന്യമായിട്ട് നാന്യതോസ്തി ദൃഷ്ട നാന്യതോസ്തി ശ്രോത. അപ്പോൾ അന്യനായിട്ടൊരു വിജ്ഞാതാവ്, ദൃഷ്ടാവില്ല, അന്യതായിട്ടൊരു ശ്രോതാവില്ല, അന്യതായിട്ടൊരു മന്ദാവില്ല, അന്യതായിട്ടൊരു വിജ്ഞാതാവില്ല. അപ്പോ ഈ അക്ഷരത്തിലാണ് ഖാർഗ്യ ആകാശ ഓതശ്ച പ്രോതശ്ചേതി. ഈ ആകാശം ഓതപ്രോതമായിരിക്കുന്നത് ഈ അക്ഷരത്തിലാണ്. ഈ അക്ഷരത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഈ അക്ഷരത്തിലാണ്. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും പല പല ശ്രോതാക്കളും പല പല മന്ദാതാക്കളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താണ്? ഒരു ശ്രോതാവേ ഉള്ളൂ. ഒരു ശ്രോതാവും ഒരു വിജ്ഞാതാവും ഒരു മന്ദാവുമേ ഉള്ളൂ, പലതില്ല. ഇപ്പം നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ലൈറ്റിൻ്റെ ഈ ഫ്രണ്ടിൽ ഡാൻസൊക്കെ നടക്കുമ്പോൾ ഒരു ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ഈ കുറേ വട്ടത്തിൽ ഉള്ള കളറുകളൊക്കെ വെച്ചുള്ള ഒരു സാധനം വെച്ചിട്ട് അത് കറക്കുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഒരു വലിയ വെളുത്ത ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ
വേറൊരു ഡിസ്ക് പോലെ ഒരു സാധനം വെച്ചിട്ട് ഒരു കറക്കും. അപ്പോൾ പല കളറുകൾ ഈ സ്ക്രീനിൽ വേണമെന്നുള്ളപ്പോഴത്തേക്ക് അവർക്ക് ഈ നിറങ്ങളെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പല പല ഈ മെയിൻ ലൈറ്റ് ഒന്നേ ഉള്ളൂ. ഈ ഡിസ്കിനകത്ത് പല പല ഓട്ടകളും പല പല ലൈറ്റ് പോലെ തോന്നും. അപ്പോൾ ഈ ഡിസ്കിൽ നിന്ന് പ്രകാശം വരുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും അനേകം ലൈറ്റുകളിലൂടെ അനേകം കളറുകളിലൂടെ മഞ്ഞ കളർ, പച്ച കളർ, നീല കളറിലൊക്കെ ഈ ലൈറ്റ് സ്ക്രീനിലേക്ക് വരുന്നതായിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാം വരുന്ന എവിടെ നിന്നാണ്? ഒറ്റ ലൈറ്റിൽ നിന്നാണ്. ഒറ്റ ലൈറ്റിൽ നിന്നാണ് ഈ ഡിസ്കിൽ കൂടെ പല പല കളറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അതുപോലെ മന്ദാവായിട്ട് ഒരൊറ്റ അറിവേ ഉള്ളൂ. ആ അറിവിൻ്റെ പ്രകാശമാണ് അനേകം അന്ധകരണങ്ങളിലൂടെയും ഈശ്വരനിലൂടെയും ഈ ജീവനിലൂടെയും ക്ഷേത്രജ്ഞനിലൂടെയും ഈ സൂത്രാത്മാവിലൂടെയും വിരാട് പുരുഷനിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നത് എന്താണ്? ഒരേ പ്രകാശമാണ്. എന്ന് വെച്ച് ഈ ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് വേറെ ആളില്ല എന്നുള്ളതല്ല. ഇപ്പം നമ്മളൊരു കളക്ടറേറ്റ് പോകുന്നു, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? കളക്ടറുണ്ട്. അപ്പം നമ്മൾ ആപ്ലിക്കൻ്റ് ആയിരിക്കുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കളക്ടറുണ്ട്. അപ്പോൾ കളക്ടർക്ക് ബുദ്ധിയുണ്ട്, അതുപോലെ ആപ്ലിക്കൻറ്റിനും ബുദ്ധിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന അറിയുന്ന ആളായിട്ട് ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വ്യവഹാരത്തിൽ ഇൻ്ററാക്ട് ചെയ്യുന്നതിനും പ്രതിക്രിയ ചെയ്യുന്നതിനും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ലോകത്ത് എപ്രകാരം ജീവാത്മാക്കളും ഇവരെ നിയന്ത്രിക്കുന്ന ഈശ്വരനും ഉള്ളതുപോലെ ഈ വ്യവഹാരത്തിൽ അനേകം ആൾക്കാർ, അനേകം ബുദ്ധികൾ ഇൻ്ററാക്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം പിറകിൽ അക്ഷരമായിട്ടൊരു മന്ദാവേ ഉള്ളൂ. ഇതിൽ നിന്ന് അന്യനായിട്ടൊരു, ആ മന്ദാവിൽ നിന്ന് അന്യനായിട്ടൊരു ശ്രോതാവോ ഒരു മന്ദാവോ ഇല്ല. അപ്പോൾ ആ അക്ഷരത്തിലാണ് ഈ കാണുന്ന സർവവും ഇങ്ങനെ നമ്മുടെ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ കിടക്കുന്നത്. നമ്മുടെ എന്താണ് കുളങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ കായലിൻ്റെ മേളിലൊക്കെ അല്ല കുളത്തിൻ്റെ മേളിലൊക്കെ ഒരു പാട പോലെയൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെ. അപ്പം അതുപോലെ ഈ അക്ഷരമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ മുകളിൽ ഈ ആകാശമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്ത് ചെയ്തിരിക്കുന്നു? ഇങ്ങനെ ഊടും പാവും പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം അതിലാണ് ബാക്കി എല്ലാ പ്രപഞ്ചത്തെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അക്ഷരത്തിൻ്റെ പ്രശാസനത്തിലാണ്. ഈവെന്തോ ഇത് വിവർത്തം, ഇത് ആരോപിതമാണ്, ഇത് ഇല്ലാത്തതാണ്, ഇത് വെറും കാഴ്ചയാണ് എങ്കിൽ പോലും ഈ കാഴ്ച നടക്കുന്നത് ഈ പ്രശാസിതാവിൻ്റെ നിർദ്ദേശത്താലും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലും മാത്രമാണ്. തദ്വായേതദക്ഷരം ഗാർഗി അദൃഷ്ടം ന കേനചിത് ദൃഷ്ടം അവിഷയത്വാത്. അപ്പോ ഇത് പറയുന്ന ഇത് അദൃഷ്ടം, കാണാൻ പറ്റൂല. എന്താണ്? ന കേനചിത് ദൃഷ്ടം അവിഷയത്വാത്, വിഷയമല്ല. ആത്മാവ് വിഷയമല്ല, ആത്മാവ് വിഷയിയാണ്, ആത്മാവ് അറിയുന്നവനാണ്. നിങ്ങൾക്ക് ആത്മാവിനെ കാണണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട്? നിങ്ങള് വിഷയിയായിട്ട് ആത്മാവിനെ വിഷയമായിട്ട് കാണാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന പരിപാടിയല്ല. കാരണം ആത്മാവാണ് അറിയുന്ന അവസ്ഥ, ആത്മാവാണ് ദൃഷ്ടാവ്. നിങ്ങളാ ദൃഷ്ടാവായിട്ട്, നിങ്ങളിപ്പോഴും ദൃഷ്ടാവാണ്. ആ ദൃഷ്ടാവിനോട് ചേർന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പം ആ ദൃഷ്ടാവ് തന്നെയാണ് കാണുന്നത്. അന്യനായിട്ട് നിങ്ങൾക്ക് മാറി നിന്ന് ദൃഷ്ടാവിനെ കാണാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു, ഞാൻ മാറി നിന്ന് ബ്രഹ്മത്തെ അറിയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സ്വയം തു ദൃഷ്ടിസ്വരൂപത്വാത്. അപ്പൊ അദ്ദേഹത്തിന് സ്വയം ദൃഷ്ടാവാണ്. ദൃഗ്ദൃശ്യവിയോഗം കേട്ടിട്ടില്ലേ? അപ്പോ ദൃക്കാണ്, കാണുന്നവനാണ്.
തഥാ അശ്രുതം ശ്രോത്രാവിഷയത്വാത്. അതുപോലെ ഈ കേൾക്കപ്പെടുന്ന വസ്തുവല്ല, കേൾക്കുന്നവനാണ്. അപ്പൊ കേൾക്കുന്നവൻ ഒന്നാണ്, ഏകനാണ്. സ്വയം ശ്രോതൃ ശ്രുതിസ്വരൂപത്വാത്. അപ്പൊ സ്വയം ആ ശ്രോതൃ സ്വരൂപനാണ്. ഇതിൻ്റെ എല്ലാം അറിവിൻ്റെ എല്ലാം ഘനമാണ്, വിജ്ഞാന ഘനമാണ്. ഈ കേൾക്കുന്നതിൻ്റെ എല്ലാം അറിവിൻ്റെ എല്ലാം ആധാരസ്ഥാനമാണ്. തഥാ അമതം മനസോ വിഷയത്വാത് സ്വയം മന്ദഃ മതിസ്വരൂപത്വാത് തഥാ വിജ്ഞാതം ബുദ്ധേർ അവിഷയത്വാത് സ്വയം വിജ്ഞാതൃവിജ്ഞാനസ്വരൂപത്വാത്. അപ്പം അതുകൊണ്ട് ഇത് വിഷയമല്ല, ആത്മാവ് വിഷയിയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ അറിയുന്ന വിഷയിയാണ് ആത്മാവ്. അതുകൊണ്ട് ആത്മാവായി അതുമായിട്ട് ചേർന്ന് ഞാൻ ഈ വസ്തുവാണെന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഈ സത്യത്തെ തിരിച്ചറിയുകയേ നിവർത്തിയുള്ളൂ. അല്ലാതെ നമ്മളൊരു കാര്യത്തെ കണ്ടുപിടിക്കാനായിട്ട് പോയി കണ്ടുപിടിക്കുന്നത് പോലെ നമ്മൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ കണ്ടുപിടിച്ച് കളയാം. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യത്തെ കണ്ടുപിടിക്കാനായിട്ട് പോകത്തില്ലേ, ഒരു ഇതെങ്ങനെ നടന്നു ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഓബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എങ്ങനെയോ നിങ്ങൾ തന്നെ ഈ സബ്ജക്റ്റായി മാറി ആ സബ്ജക്റ്റിനോട് ചേർന്ന് കൊടുത്ത് ഞാൻ ഈ സബ്ജക്റ്റാണ് എന്നറിയുന്നത് വഴി മാത്രമേ ഇതിനെ തിരിച്ചറിയാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ ദൃഷ്ടാവിനെ കണ്ടുപിടിച്ച് കളയാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട. കിഞ്ച നാന്യതോസ്തി അസ്മാദക്ഷരാദസ്തി നാസ്തി. അപ്പൊ എന്നിൽ നിന്ന് അന്യനായിട്ട് ഒരു ദൃഷ്ടാവ് ഇല്ല. അപ്പൊ രണ്ടാമതൊരു ദൃഷ്ടാവിനെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചാൽ രണ്ടാമതൊരു ദൃഷ്ടാവില്ല, എന്നിൽ നിന്ന് അന്യനായിട്ട് കാണുന്നവൻ ഒരാളില്ല. അപ്പൊ എൻ്റെ അസ്തിത്വം നമ്മൾ എവിടെയെന്ന് അന്വേഷിച്ചാലും പോയി കാണുന്നവനാണ്. അപ്പോൾ ആ അസ്തിത്വം അന്വേഷിച്ചാലും എല്ലാവരുടെയും ആ അസ്തിത്വം ഏകമാണ്. അപ്പോൾ ആ അസ്തിത്വത്തിൽ നിന്ന് അന്യനായിട്ട് കാണുന്ന ഒരാൾ ഇല്ല, വേറെ രണ്ടാമതൊരു ദൃഷ്ടാവ് ഇല്ല. അപ്പൊ ആ രണ്ടാമതൊരു ദൃഷ്ടാവിനെ, അന്യനായൊരു ദൃഷ്ടാവിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. കിഞ്ചിത് ദൃഷ്ട ദർശനക്രിയാകർത്തൃത്വ ഏതദേവാക്ഷരം ദർശനക്രിയാകർത്തൃത്വ സർവത്ര. അപ്പൊ എല്ലാത്തിൻ്റെയും ദർശനക്രിയാകർത്താവായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ഈ എല്ലാവരിലൂടെയും കാണുന്നത്, എല്ലാവരിലൂടെയും കേൾക്കുന്നത്, എല്ലാവരിലൂടെയും ഫലം ഈ ഈശ്വരനായിട്ട് ഫലം കൊടുക്കുന്നതും ഈ ഏകമായിരിക്കുന്ന അക്ഷരം തന്നെയാണ്. ഈ അക്ഷരത്തിൻ്റെ തന്നെ ഒരേ ഏകമായിരിക്കുന്ന വസ്തുവാണ്. അപ്പം അതിൽ രണ്ടാമതൊരു ദൃഷ്ടാവ്, ഈ അക്ഷരത്തെ കാണുന്ന ഒരു ദൃഷ്ടാവ് ഇല്ല. അക്ഷരത്തെ കാണുന്നത് ഒരു ദൃഷ്ടാവിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ബ്രഹ്മത്തെയും കൂടി ഞാൻ കാണുകയാണ്, പറ്റുമോ? ഞാൻ ബ്രഹ്മത്തെയും കൂടി കാണുന്നവനാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം നാന്യതോസ്തി ദൃഷ്ട, രണ്ടാമതായിട്ട് ഒരു ദൃഷ്ടാവ് ഇതിനില്ല, രണ്ടാമതായിട്ടൊരു മന്ദാവില്ല. ഈ ബ്രഹ്മമല്ലാതെ മറ്റൊരു വസ്തു ഇതിനെ അറിയാനായിട്ടില്ല. അപ്പം നമ്മൾ തന്നെയാണ് ഇതിനെ അറിയുന്നത്, നമ്മൾ തന്നെയാണ് ഇതിനെ കേൾക്കുന്നത്. മറ്റൊരു കർത്താവ് ഇതിനില്ല. തദേവാക്ഷരം ശ്രോതു സർവത്ര നാന്യതോസ്തി മന്ത്ര തദേവാക്ഷരം മന്ത്ര സർവത്ര സർവമനോദ്വാരേണ. അപ്പൊ എല്ലാ മനോദ്വാരങ്ങളിലൂടെയും ഈ ഏകമായിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന വസ്തുവിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അപ്പൊ നിങ്ങളെല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അകത്തോട്ട് പ്രവേശിച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും എത്തിച്ചേരുന്നത് എവിടെയാണ്? ഒരേ വസ്തുവിലാണ്, ഒരേ അറിവിലാണ് എത്തിച്ചേരുന്നത്. പലതായിട്ടുള്ള അറിവുകളില്ല.
തദേവാക്ഷരം സർവബുദ്ധിദ്വാരേണ വിജ്ഞാനക്രിയാകർത്തൃ ചേതനം പ്രധാനമന്യദ്വാത്. അപ്പോ ബുദ്ധിദ്വാരേണ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശങ്കരൻ. ബുദ്ധിദ്വാരേണ. അപ്പൊ നമ്മള് ഈ പ്രകാശത്തിന്റെ, ഈ ബ്രഹ്മപ്രകാശത്തിന്റെ പുറത്തേക്ക് വരുന്ന ഒരു സ്ഫുരണം ഓരോ ബുദ്ധിദ്വാരങ്ങളിലും കൂടെ പുറത്തു വരികയാണ്. അപ്പൊ അനേക ബുദ്ധിദ്വാരങ്ങളുണ്ട്, കോടിക്കണക്കിന്, എത്രയോ ലക്ഷം, 84 ലക്ഷം യോനികളിലൂടെ വരുന്ന ജീവജാലങ്ങളുടെ എല്ലാം ബുദ്ധിദ്വാരേണ ഈ ഒരേ പ്രകാശം തന്നെയാണ് പുറത്തോട്ട് വരുന്നത്. ഏതുപോലെ ഒരേ സൂര്യൻ തന്നെയാണ്. നമ്മുടെ ഇത്രയും 550 കോടി ആൾക്കാരില്ലേ, ഈ ആൾക്കാർക്കെല്ലാം പ്രകാശം കൊടുക്കുന്നത് എത്ര സൂര്യന്മാരാണ്? ഒരേ സൂര്യൻ തന്നെയാണ് ഈ കാണുന്ന എല്ലാ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും പ്രകാശം നൽകുന്നത്. അതുപോലെ ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവായിരിക്കുന്നത് ഒരേ ഈശ്വരനാണ്, ഒരേ അക്ഷരമാണ്. അതിന് വേറെയില്ല. നിർവികാരമായിട്ട് സൂര്യൻ എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത് പോലെ സൂര്യന് പ്രത്യേകത വല്ലതും ഉണ്ടോ? ചിലർക്ക് കൂടുതൽ പ്രകാശം കൊടുക്കുക, ചിലർക്ക് കുറച്ച് പ്രകാശം കൊടുക്കുക. ചില പഞ്ചായത്തുകളിൽ കുറച്ച് പ്രകാശം, അങ്ങനെ ഇല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെയല്ലേ? അപ്പൊ ഏതസ്മിന്നു ഖല്ലു അക്ഷരേ ഗാർഗ്യ ആകാശേ ഓതശ്ച പ്രോതശ്ചേതി. അപ്പോൾ ഈ അക്ഷരത്തിലാണ് ഗാർഗി ഈ ആകാശം ഓതപ്രോതമായിരിക്കുന്നത്, ഈ ആകാശം ഊടുംപാവുമായിരിക്കുന്നത്, ഈ ആകാശത്തിന് അധിഷ്ഠാനവും ദൃഷ്ടാവുമായിരിക്കുന്നത്. അപ്പൊ ഈ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് സർവപഞ്ചഭൂതങ്ങളും സർവലോകങ്ങളും സർവ പ്രപഞ്ചവും ഈ അക്ഷരത്തിലാണ് ഊടുംപാവുമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഊടുംപാവുമായിട്ട് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ പ്രപഞ്ചത്തെ ഈ അക്ഷരത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യസ് സർവാന്തരോ അശനായാദി സംസാരധർമാതീതോ യസ്മിൻ ആകാശ ഓതപ്രോതശ്ച. അപ്പോ ഈ അക്ഷരം എങ്ങനെയുള്ളതാണെന്ന് പറയുന്നു. യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, എല്ലാവരുടെയും അപരോക്ഷമായിട്ട് ഇരിക്കുന്ന ബ്രഹ്മമാണ്. നമ്മുടെ എല്ലാം ഉള്ളില് അപരോക്ഷമായിട്ട് ഞാഹമഹം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുകയാണ്. അപ്പൊ ഇതില് മോശക്കാരായിട്ട് ആരുമില്ല. എല്ലാവരുടെയും ഉള്ളില് പ്രാണി, നമ്മുടെ ബ്രഹ്മാവ് മുതല് ഇഞ്ഞ് ഉറുമ്പ് വരെ ആ ബ്രഹ്മ പിപീലികാന്തം ഇരിക്കുന്നത്, അഹമഹം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു കുറച്ച് കുറഞ്ഞ ബ്രഹ്മം, സാറിൻ്റെ ഉള്ളിലിരിക്കുന്ന കുറച്ച് കൂടിയ ബ്രഹ്മമാണ്. അങ്ങനെയില്ല, എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്? ഒരേ ബ്രഹ്മമാണ്. നമുക്കൊരു കുറവും വന്നിട്ടില്ല. നമ്മൾ ഒരു അയോട്ട പോലും ഈ ബ്രഹ്മത്തിൽ നിന്ന് മാറിയിട്ടില്ല, അതിൽ നിന്ന് ഒരു ഡിഗ്രിയും കുറഞ്ഞിട്ടില്ല. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മമാണ്. പൂർണ്ണമിതം എന്ന് പറയത്തില്ലേ, പൂർണ്ണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യരെല്ലാം പൂർണ്ണന്മാർ തന്നെയാണ്. പൂർണ്ണമിതം, നമുക്കൊന്നും ഒരു കുറവും ഇല്ല. ആർക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുന്നുവോ അവർ പൂർണ്ണന്മാരാണ്. അപ്പൊ ആർക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലയോ അവർ അപൂർണന്മാരെന്ന് ഉള്ള രീതിയിൽ അവര് വ്യവഹരിക്കും. അവർ അപൂർണരല്ല. എപ്പോഴാണോ തിരിച്ചറിവ് ഉണ്ടാവുന്നത്, അപ്പൊ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ അശനായാതി ഈ ആത്മാ സർവാന്തരോ, എല്ലാവരുടെയും ഉള്ളിൽ സർവാന്തരമായിട്ട്, സർവമനുഷ്യരുടെയും സർവജീവികളുടെയും ഉള്ളിൽ സർവാന്തരമായിട്ടിരിക്കുകയാണ്. കുറച്ചു പേർക്ക് ഇവനെ ആത്മാവില്ലാതെ സൃഷ്ടിച്ചു കളയാം, ഇവൻ ശരിയല്ല, അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമോ? സർവാന്തരഹവ, എല്ലാവരുടെയും ഉള്ളിൽ എന്താണ്? ഈ ബുദ്ധിദ്വാരത്തിൽ കൂടെ തിരിച്ചറിവ് വരണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് വേണം. ആത്മാവില്ലാതെ ഈ ബുദ്ധിദ്വാരത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തെ അറിയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ എല്ലാവരും ഈ ആത്മാവ് തന്നെയാണ്. സർവാന്തരഹ, എല്ലാവരുടെയും ഉള്ളിയിരിക്കുന്നത്
ഒരേ ഒരേ ആത്മാവാണ്. സർവാന്തരോ അശനായാതി സംസാര ധർമാതീതോ. ഈ ബ്രഹ്മത്തിന് അങ്ങനെ നമുക്ക് വിശക്കത്തില്ലേ, അതുപോലെ ആഹാരം കിട്ടണം, വെള്ളം കുടിക്കണം, അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മത്തിന് വിശപ്പുമില്ല, ബ്രഹ്മത്തിന് ദാഹവുമില്ല, ബ്രഹ്മത്തിന് ക്ഷീണവുമില്ല, ബ്രഹ്മത്തിന് ജരയുമില്ല, ബ്രഹ്മത്തിന് മരണവുമില്ല, ജനനവുമില്ല. അപ്പൊ അശനായാതി സർവധർമാതീത, എല്ലാ നിങ്ങൾ പറയുന്ന എല്ലാ സംസാര ധർമ്മങ്ങൾക്കും അതീതനാണ്. സർവ സൈസ് ഈശ്വരൻ അങ്ങനെ നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന സൈസോ ഷേപ്പോ ഒന്നുമില്ല. സർവധർമാതീതൻ. യസ്മിൻ ആകാശ ഓതസ്യ പ്രോതസ്യ ഏഷ പരാകാഷ്ഠ ഏഷ പരാഗതി. ഇതാണ് പരാകാഷ്ഠ. ഇതിൻ്റെ അപ്പുറത്തൊരു പൊസിഷൻ എത്തിച്ചേരാനില്ല. ഇപ്പൊ ബ്രഹ്മജ്ഞാനം കിട്ടി, ഇനി അടുത്ത എന്തോന്നു? ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയുണ്ടോ? ഇല്ല. സാ പരാകാഷ്ഠ. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബ്രഹ്മമാണെന്ന രീതിയിൽ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സാ പരാകാഷ്ഠ. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. കുറച്ചുകൂടെ ഒന്ന് ഈ ബ്രഹ്മത്തെ കുറച്ചുകൂടെ ഒന്ന് സംസ്കരിച്ചെടുക്കണം. അങ്ങനെ വല്ലതും ഉണ്ടോ? സാ പരാകാഷ്ഠ, സാ പരാഗതി. ഇതിൻ്റെ അപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല, ഒന്നും അറിയാനില്ല. ശരീരം ചില പല അസുഖങ്ങളൊക്കെ വരും. ഈ ബ്രഹ്മജ്ഞാനികൾക്ക് തന്നെ എത്ര പേർക്കാ ക്യാൻസറും അതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ശരീരം പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാരബ്ധവശാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അല്ലാത്തപ്പോഴോ ഒക്കെ വന്നെന്നിരിക്കും. അപ്പം ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ജ്ഞാനികളെല്ലാം ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നുണ്ട് ഇങ്ങനെ ഉച്ചി പൊട്ടി ശരീരം വിടുന്നു, അങ്ങനെയൊന്നും ധരിക്കേണ്ട. അതൊക്കെ ചിലപ്പോൾ ചില യോഗികളൊക്കെ അങ്ങനെ ശരീരം വെടിഞ്ഞെന്നിരിക്കുക. ആത്മജ്ഞാനികളായിരിക്കുന്നവരുടെ ശരീരം പ്രാരബ്ധവശാൽ എങ്ങനെയാണോ അങ്ങനെ അത് ശരീരത്തെ വിട്ടുപോകും. പക്ഷെ അതുകൊണ്ട് ഈ ആത്മസ്വരൂപത്തിനൊരു വ്യത്യാസവും ഇല്ല. സാ പരാകാഷ്ഠ, സാ പരാഗതി, അതിനൊരു വ്യത്യാസവുമില്ല. ഏതത് പരം ബ്രഹ്മ, അതാണ് പരമമായ ബ്രഹ്മം. ഇതിൽ നിന്റെ അപ്പുറമൊന്നും ഇല്ല. ഇനി ഒന്നും വേറെ ഇതിനേക്കാൾ വരുവാനും ഒന്നുമില്ല. ഏതത് പരം ബ്രഹ്മ ഏതത് പൃഥിവ്യരാകാശ ശാന്തസ്യ സത്യസ്യ സത്യം. അപ്പോ ഇത് സത്യസ്യ സത്യമാണ്. ഇപ്പൊ സാധാരണ ആൾക്കാരുടെ സത്യം എന്താണ്? എന്താണ്? പഞ്ചഭൂതങ്ങളാണ് കാണുന്നത്. പഞ്ചഭൂതങ്ങളാണ് സാധാരണ ആൾക്കാർക്ക് സത്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള സത്യത്തിൻ്റെ സത്യം. സാധാരണ ആൾക്കാർക്ക് ഈ ഭൂമിയൊന്നും നശിക്കുന്നില്ല, ഇങ്ങനെ എപ്പോഴും ഇവിടെ ഉണ്ട് എന്ന ധാരണയാണ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഈ ഭൂമിയാദി പഞ്ചഭൂതങ്ങൾ സത്യം. അങ്ങനെയുള്ള സത്യത്തിൻ്റെ സത്യം. കാരണം ഈ പഞ്ചഭൂതങ്ങൾ ഏതിലാണോ ഓതപ്രോതമായിരിക്കുന്നത്, ഏതിലാണ് ഇത് നിലനിൽക്കുന്നത്, അപ്പോൾ ഏതിൻ്റെ എക്സിസ്റ്റൻസ് എവിടെ? ഇപ്പോൾ ഈ ബ്രഹ്മത്തിൽ ചെല്ലുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് എന്തുമാത്രം എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാകും. കാരണം ഇതെല്ലാം ആരോപിതമായിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് ഈ പഞ്ചഭൂതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഞ്ചഭൂതത്തിന് നമ്മൾ സൃഷ്ടി പറയുന്നെങ്കിലും ആത്മന ആകാശ സംഭവഭൂത, ആത്മാവിൽ നിന്ന് ആകാശം ഉണ്ടായി എന്ന്, ആകാശാത് വായു, വായോരഗ്നി എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ്? ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത ഒരു പ്രപഞ്ചത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ അത് വിവർത്തമായിരിക്കുകയാണ്. അപ്പൊ ഈ വിവർത്തമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഈ ബ്രഹ്മത്തിൽ ഈ അക്ഷരത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഓതപ്രോതമായിട്ട് ഇതിനിങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. സഹോവാച ബ്രഹ്മണാ ഭഗവന്തസ്തദേവ ബഹുമന്വേദം യതസ്മാന്ന നമസ്കാരേണ മുച്ഛേധ്വം ന വൈ ജാതു യുഷ്മാകമിമം കശ്ചിത് ബ്രഹ്മോദ്യം ജേതേതി തതോഹ വാജഗ്നി രൂപരരാമ. അപ്പോ ബ്രാഹ്മണരോട് ഈ ഗാർഗി പറഞ്ഞു, വാചക്നവി പറഞ്ഞു, എന്താണ് ആദ്യം തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയത്? എൻ്റെ കയ്യിൽ 2 അസ്ത്രങ്ങളുണ്ട്. ഇപ്പൊ കാശിയിലെയും മറ്റും
ഉഗ്രജാതിക്കാർ നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുകയാണ് നിന്റെ മുമ്പിൽ, നിനക്ക് ഇതിന്റെ മറുപടി പറയാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ എന്നിട്ട് അവള് തന്നെ പറഞ്ഞു, ഇതിന് മറുപടി പറഞ്ഞാൻ പറ്റിയാൽ ബ്രാഹ്മണരെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തോളണം? നിർത്തിക്കോളണം. കാരണം ഇതിന് മറുപടി പറയാൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തുല്യനായിട്ട്, യാജ്ഞവൽക്യന് തുല്യനായിട്ട് ഒരു ബ്രഹ്മജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ല. അപ്പൊ ചോദ്യം ചോദിച്ചു, അവക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരം ലഭിച്ചു. അപ്പൊ എന്തു പറഞ്ഞു? ഹേ ബ്രാഹ്മണരെ, ഭഗവന്ത തദേവ ബഹുപന്യേതം. മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ ബുദ്ധിക്ക് ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളിത് മനസ്സിലാക്കിയാലും എന്താണ്? യദസ്മാൻ നമസ്കാരേണ ഉച്ഛേദം. ഒന്ന് നമസ്കരിച്ചിട്ട് മാറിപ്പോവും. അപ്പോ നിങ്ങൾക്കാർക്കും അദ്ദേഹത്തെ ഈ തർക്കിച്ച് തോപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ച് മാറിക്കോളൂ. നജൈവജാതുഷ്മാകമിതം കശ്ചിത് ബ്രഹ്മോദ്യം ജേതേതി. നിങ്ങളിരിക്കുന്ന ഒരാൾക്കും ഈ നിങ്ങളുടെ അല്പമായ അറിവ് കൊണ്ട് യാജ്ഞവൽക്യനെ തോപ്പിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഒന്നും ജ്ഞാനം കൊണ്ട് യാജ്ഞവൽക്യന്റെ അടുത്ത് ചെല്ലണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യൂ? ദയവ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ് നിങ്ങളെല്ലാവരും വെറുതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി യുദ്ധം ചെയ്ത് വെറുതെ നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾ തിരിഞ്ഞു പോയാലും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വാജജ്ഞവ്യു ഉപരരാമഹ. വാജജ്ഞവി ഗാർഗി എന്ത് ചെയ്തു? ഉപരമിച്ചു. മതി, നമസ്കാരം എന്ന് പറഞ്ഞ് പിൻവലിഞ്ഞു. സഹോവാച ഹേ ബ്രാഹ്മണോ ഭഗവന്ത ശൃണുത മദീയം വചഃ തദേവം ബഹുമന്വേധ്വം കിം തത് യസ്മാദ്യ യാജ്ഞവൽക്യാ നമസ്കാരേണ മുച്ഛേദ്വം അസ്മൈ നമസ്കാരം കൃത്വാ തദേവ ബഹുമന്യ അധ്വമിത്യർത്ഥഃ. അപ്പോ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഈ എൻ്റെ അദ്ദേഹത്തെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എൻ്റെ ഉദ്യമത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഞാൻ പിൻവാങ്ങുകയാണ്. ബ്രാഹ്മണരെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കും പറ്റൂല, എന്നെ കൊണ്ട് പറ്റിയില്ല, അതുപോലെ നിങ്ങൾക്കും ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പിൻവലിയുക, പിൻവലിഞ്ഞ് മാറിക്കൊള്ളുക. മാത്രമല്ല ബഹുമന്യധ്വമിത്യർത്ഥ. അദ്ദേഹത്തെ ബഹുമാനിച്ചാലും, അദ്ദേഹം ആത്മജ്ഞാനിയായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ച് നിങ്ങൾ പിന്മാറിയാലും ജയസ്ത്വസ്യ മനസാപിന ആശംസനീയ കിമിത കാര്യത കസ്മാത് ന വൈ യുഷ്മാകം മധ്യേ ജാതു കഥാചിത അഭീമം യാജ്ഞവൽക്യ ബ്രാഹ്മാദ്യം പ്രതിജേത. അപ്പോ എന്താണ്? മനസാപിന ആശംസനീയ. ഇദ്ദേഹത്തിനെ തർക്കിച്ച് തോപിച്ച് കളയാം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കേണ്ട. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാമല്ലോ. ഞാനൊന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് പറയാം. ചില കാര്യങ്ങൾ പറയണം, നിങ്ങൾക്ക് ശരിക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഞാനൊരു എന്താണ് അദാനിയെ പോലെ ഒരു കോടീശ്വരനായി എന്നുകൊണ്ട് മനസ്സുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് സങ്കല്പിക്കാം. ശരിക്കും അതുപോലെ ആവാൻ പറ്റത്തില്ല. അപ്പൊ മനസ്സുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ അതുപോലെ ഒരു വലിയ ശതകോടീശ്വരനായെന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇവിടെ പറയണം, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പോലും ഇദ്ദേഹത്തിനെ യാജ്ഞവൽക്യനെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ നിങ്ങൾ ശരിക്ക് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും, നമ്മൾ പറയില്ലേ, സ്വപ്നത്തിൽ പോലും നിനക്ക് പറ്റുന്ന കാര്യം അല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണ്ട. നവൈ യുഷ്മാകം മധ്യേ ജാതു കഥാചിത് അഭീമം യാജ്ഞവൽക്യ ബ്രഹ്മാദ്യം പ്രതിജേതോ പ്രശ്നവും ചേന്മഹം വക്ഷ്യതി ന ജേതോ ഭവിതേതി പൂർവമേവ മയാ പ്രതിജ്ഞാതം അദ്യാപി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ ചോദ്യവുമായിട്ട് എണീച്ച് നിൽക്കണ്ട എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ വെറുതെ ചോദ്യം ചോദിച്ച് സമയം കളയണ്ട. അദ്യാപി മമായമേവ നിശ്ചയ ബ്രഹ്മോദ്യം പ്രത്യേതതുല്യോ ന കശ്ചിത് വിദ്യതേ ഇതി തതോഹ വാജഗ്നിവിന് ഉപരരാമഃ.
അപ്പോൾ ഇദ്ദേഹത്തിന് തുല്യനായ ഒരാൾ, ബ്രഹ്മജ്ഞാനിയായ ഇദ്ദേഹത്തിന് തുല്യനായ ഒരാൾ വേറെ ഇല്ല. ഇപ്പോൾ ബ്രഹ്മജ്ഞാനികളിൽ തന്നെ എല്ലാവരും ചിലപ്പോൾ വാദപ്രതിവാദത്തിന് സമർത്ഥരായിരിക്കത്തില്ല. ഇദ്ദേഹം വാദപ്രതിവാദത്തിന് സമർത്ഥനായ ബ്രഹ്മജ്ഞാനിയാണ്. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അദ്ദേഹത്തിന് നിങ്ങൾക്ക് നിങ്ങളെ ഇരുത്തുന്ന രീതിയിലുള്ള മറുപടി പറയാനുള്ള കഴിവുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ പോയി മുട്ടി നിങ്ങളുടെ സമയം കളയണ്ട. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഉപരരാമഹ, ഞാൻ അതിൽ നിന്ന് വിരമിക്കുന്നു. അത്ര അന്തര്യാമി ബ്രാഹ്മണോ ഏതദുക്തം തം പൃഥിവീന വേദ എം പൃഥിവീ സർവഭൂതാനിന വിധുരിതിജ. അപ്പൊ അന്തര്യാമി ബ്രാഹ്മണത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാതൊന്നിനെ പൃഥിവി അറിയുന്നില്ല. അപ്പൊ പൃഥിവിയെ യാതറിയുന്നുവോ എന്ന് നമ്മൾ അന്തര്യാമി ബ്രാഹ്മണത്തില് ഈ അക്ഷരത്തിന്റെ ആ സ്വഭാവത്തെ നമ്മൾ വർണ്ണിച്ചു. അപ്പോ യമന്തര്യാമിണം ന വിദുര്യേ നച വിദുര്യച്ചേദക്ഷരം ദശരാദിക്രിയാകർത്തൃത്വേന സർവേഷാം ചേതനാധുര്യത്യു ഉക്തം കസ്തേഷാം വിശേഷ കിം വാ സാമാന്യമിതി. അപ്പോ ചോദിക്കുകയാണ്, അപ്പൊ ആ പറഞ്ഞ അക്ഷരം, ആ അക്ഷരത്തിന്റെ വിശേഷമായിട്ട് അതിനെ എങ്ങനെ അറിയുന്നതാണ്, സാമാന്യമായിട്ട് എങ്ങനെയാണ് അതിനെ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് പടം, ഇത് കുടം, ഇത് കസേര എന്നൊക്കെ പറയുമ്പോൾ അവിടെ സാമാന്യമായിട്ട് എന്താണ്? ഇത് പടം, ഇത് കുടം, ഇത് കസേര, ഇത് കട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്നുള്ളത് അവിടെ സാമാന്യവും, കുടം, പടം, കസേര എന്നുള്ളത് വിശേഷവുമാണ്. അപ്പൊ ഈ ബ്രഹ്മത്തെ അറിയാനായിട്ട് നമ്മൾ ഈ സാമാന്യ വിശേഷ ചിന്ത വഴിയും നമ്മൾ ചിന്തിക്കും. എല്ലാവരിലും സാമാന്യമായിരിക്കുന്നതാണ് ബ്രഹ്മം. അറിവായിട്ട്, നിർഗുണമായിട്ട്, നാശമില്ലാതെ ഇരിക്കുന്നത് സാമാന്യമായിട്ടിരിക്കുന്നു. വിശേഷമായിട്ട് എന്തിരിക്കുന്നു? ഓരോരുത്തരുടെ ബുദ്ധി. ആ ബുദ്ധിയിലൂടെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ ആവണം, എനിക്ക് ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആവണം. അപ്പം അങ്ങനെ വിശേഷമായിട്ട് ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ സാമാന്യമായിട്ടും വിശേഷമായിട്ടും മനസ്സിലാക്കിക്കൊള്ളണം. എത്ര കേചിത് ആചക്ഷതേ പരസ്യ മഹാസമുദ്രസ്ഥാനീയസ്യ ബ്രഹ്മണോക്ഷരസ്യ അപ്രചലിത സ്വരൂപസ്യ ഈഷത് പ്രചലിതാവസ്ഥ അന്തര്യാമി. അപ്പോ ഈ ബ്രഹ്മത്തിനൊരു കമ്പാരിസൺ പറയാണ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സമുദ്രസ്ഥാനീയമായിട്ട് നമ്മൾ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. ബ്രഹ്മണോ അക്ഷരസ്യ അപ്രചലിത സ്വരൂപസ്യ ഈഷത് പ്രചലിതാവസ്ഥ അന്തര്യാമി. അപ്പോ ഒരു ചലനവുമില്ലാതിരിക്കുന്ന ഈ സമുദ്രമാണ് അക്ഷരം. അതിലെ ചെറിയ ചലനത്തോട് കൂടിയിരിക്കുന്ന ആ സൂപ്പർഫിഷ്യൽ തിരകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തര്യാമി. അന്തര്യാമി. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ കടലില് അതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുണ്ടാകുന്ന ഒരു ചലനം, അതിന് തുല്യമാണ് അന്തര്യാമി അല്ലെങ്കിൽ ഈശ്വരത്വം. അപ്പൊ ഈ ശരിക്കുള്ള നിർഗുണ ബ്രഹ്മത്തിൽ എന്തും ഇല്ല, ഈ ചലനവും ഇല്ല. അപ്പൊ അവിടെ ഈശ്വരത്വവും ഇല്ല. അതിൻ്റെ മുകളിലുള്ള ഒരു ചലനമാണ് ഈശ്വരൻ. അത്യന്ത പ്രചലിതാവസ്ഥോ ക്ഷേത്രജ്ഞോയം തംന വേദാന്തര്യാമിണം. അപ്പോൾ നല്ല ടർബുലൻസോട് കൂടിയിരിക്കുന്ന സാധനമാണ് ഈ ജീവാത്മാവ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ എന്നുള്ള സ്റ്റേറ്റ് വരുമ്പോഴത്തേക്ക് എന്താണ്? എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം.
അങ്ങനെ ചെയ്യണം. ഇന്ന് ഇന്ന ക്ലബിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? ഈ ക്ഷേത്രജ്ഞൻ പ്രചലിതാവസ്ഥ, അത്യന്തം പ്രചലിതമായിരിക്കുന്ന അവസ്ഥയാണ്. തന്ത വേദാന്തര്യാമിണം തദന്യാ പഞ്ചാവസ്ഥ പരികൽപ്പയന്തി തഥാ അഷ്ടാവസ്ഥ ബ്രഹ്മണോ ഭവന്തീതി. അപ്പൊ ഈ പിണ്ഡം, ജാതി, വിരാട്, സൂത്രം, ദൈവം, ഇങ്ങനെ ഈ ബ്രഹ്മത്തിന്റെ തന്നെ ഓരോരോ അവസ്ഥകളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫങ്ഷൻ അനുസരിച്ച് നമ്മൾ ഒരേ IAS കാരനെ തന്നെ ആദ്യം പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ എന്ന് പറയും സബ് കളക്ടർ, പിന്നെ കളക്ടർ, പിന്നെ മറ്റേ അസിസ്റ്റന്റ് സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറി, പിന്നെ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി. അപ്പോൾ ഓരോ പോസ്റ്റുകൾക്ക് അനുസരിച്ച് ഒരേ ആളിനെ തന്നെ നമ്മൾ പല പോസ്റ്റുകളിൽ ഇരുത്തുന്നത് പോലെ ഒരേ അക്ഷരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിർഗുണമായ ബ്രഹ്മമായിട്ടും ഈശ്വരനായിട്ടും ക്ഷേത്രജ്ഞനായും സൂത്രാത്മാവായും വിരാട് പുരുഷനായും ഒക്കെ കൽപ്പിക്കുന്നു. ഇങ്ങനെ എട്ടെണ്ണമായിട്ട് പറയാമെന്ന് പറയുന്നു. എട്ടായിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ പറയാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.